പുതുവത്സര ആഘോഷത്തിന് ഫോർട്ട് കൊച്ചിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. അതിനിടെ വെളിഗ്രൗണ്ടിൽ സംഘാടകർ ഒരുക്കിയ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ തർക്കം തുടരുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എസ് ശരൺ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശരൺ, ഗുഡ് മോർണിംഗ്. ഈ പുതുവർഷം അതിന്റെ ഏറ്റവും പകിട്ടോടെ ആഘോഷിക്കുന്ന നഗരങ്ങളിലൊന്ന് ഫോർട്ട് കൊച്ചി തന്നെയാണ്. അപ്പോൾ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം എപ്പോഴറിയാൻ കഴിയും? രേഷ്മ, ഗുഡ് മോർണിംഗ്. അതായത് പുതുവത്സരാഘോഷത്തിന്റെ പകിട്ട് അതൊട്ടും കുറയ്ക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഫോർട്ട് കൊച്ചിക്കാർ. നമുക്കിവിടെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ പരേഡ് ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 80 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന 80 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞി അത് ഇന്നലെ രാത്രി തന്നെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ നിരവധി ആളുകൾ ഇവിടെ എത്തി പാപ്പാഞ്ഞിയെ കാണാനും സെൽഫി എടുക്കാനുമായിട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വ്യത്യസ്തനായ ഒരു പാപ്പാഞ്ഞിയാണ് ഇത്തവണ കാണുന്നതെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതിന് കാരണമായി മാറുന്നത് ഈ ലഹരിക്കെതിരായ പോരാട്ടം, ആ ഒരു തീമിലാണ് ഇത്തരത്തിലൊരു പാപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സാധാരണ ചുവന്ന ഡ്രസ്സ് ധരിച്ച പാപ്പാഞ്ഞിയൊക്കെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ പച്ച നീല നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്ന പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണെന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത്തവണ എങ്ങനെയുണ്ട്? കളർഫുൾ ആണ് അല്ലേ? ഇത്തവണ നല്ല പാപ്പാഞ്ഞിയാണ്, കളർഫുള്ളാണ്, കൊള്ളാം. എവിടുന്ന് വരുന്നത്? ഞാൻ പള്ളുരുത്തി. എങ്ങനെയാണ് ഇത്തവണ പാപ്പാഞ്ഞിയുടെ ഡിസൈൻ? ഡിസൈൻ നല്ല ഡിസൈനായി. ഇപ്രാവശ്യത്തെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ഭംഗിയുണ്ട് ഇപ്രാവശ്യത്തെ. ഈ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടത്തെ? ക്രമീകരണങ്ങളെല്ലാം ഇപ്പൊ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കണം. എന്തായാലും കുട്ടികളും കുടുംബസമേതം പലരും ഇവിടേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? വളരെ വ്യത്യസ്തമായിട്ടുള്ള പാപ്പാഞ്ഞിയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. രാവിലെ ഒന്നൊരു സെൽഫി എടുക്കും. അതെ അതെ, നന്നായിട്ട്. സൂപ്പറാണ്. എവിടെ വരുന്നത്? ഞങ്ങളിവിടെ ബീച്ച് റോഡ് അടുത്ത് തന്നെ. എന്തായാലും ഇപ്പോൾ ഈ രാവിലെ പരിസരത്തുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കം വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ അതിലെ ചില പാളിച്ചകൾ അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നതാണ്. ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ട് അത് പിന്നീട് പരിപാടി കഴിഞ്ഞപ്പോൾ കൃത്യമായ ബാരിക്കേഡുകൾ മാറ്റിയിരുന്നില്ല. അങ്ങനെ അത് തിക്കും തിരക്കിലും കലാശിക്കുകയും ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. ഇത്തവണ അതുകൊണ്ട് തന്നെ ഈ തിരക്ക് മുന്നിൽ കണ്ടുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വശത്ത് ഇത്തരത്തിൽ പാപ്പാഞ്ഞി ഇവിടെ ഒരുക്കിക്കുമ്പോൾ തന്നെ മറുവശത്തായി ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 4 ബാരിക്കേഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 4 ബാരിക്കേഡുകളിലൂടെയാണ് ആളുകളെ പ്രവേശിപ്പിക്കുക. അതിനുശേഷം ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് സുഗമമായി മടങ്ങാനുള്ള ക്രമീകരണം ഒരുക്കുമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാരിക്കേഡുകൾ കൃത്യമായി മാറ്റിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മടങ്ങാൻ കഴിയും. ഒപ്പം തന്നെയാണ് ചില കർശന നിയന്ത്രണങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ശേഷം കൊച്ചി നഗരത്തിൽ നിന്ന് ഒരു വാഹനത്തെ പോലും ഇവിടേക്ക് കടത്തിവിടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ജങ്കാർ സർവീസ് വൈകിട്ട് 7 മണിവരെ മാത്രമാണ് നടക്കുക. അതിനുശേഷം ഈ പരിപാടി കഴിയുന്ന സമയത്ത് മാത്രം, അതായത് പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ 12 മണിയോടുകൂടി പുനരാരംഭിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ കൊച്ചി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾക്കും മറ്റുമായിട്ട് 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേഷ്മ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഇത്തരത്തിലൊരു പാപ്പാഞ്ഞി ഇവിടെ ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് വെളി ഗ്രൗണ്ടിൽ മറ്റൊരു പാപ്പാഞ്ഞിയെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ പാപ്പാഞ്ഞിയെ പൊളിച്ചു മാറ്റില്ല എന്നുള്ള നിലപാട് തന്നെ സംഘാടകർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ കർശനമായ നിർദ്ദേശം നൽകിയതാണ്. ഇവിടെ പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഒരു കാരണവശാലും കൂടുതൽ ഇടങ്ങളിൽ പാപ്പാഞ്ഞി കത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സബ് കളക്ടർ അടക്കം സ്വീകരിച്ചിരുന്നതാണ്. പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അത് പൊളിച്ചു മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടിൽ സംഘാടകർ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഒരിടത്ത് മാത്രമേ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് ഈ പരേഡ് ഗ്രൗണ്ടിലാണ്. മറ്റെവിടെങ്കിലും കൂടുതലായി പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ശ്രമം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് തന്നെ മറ്റൊരിടങ്ങളിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ല. ഇവിടെ മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തണമെന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം.